സാമ്പത്തിക വിദഗ്ധൻ എൻ നിയതിയിലേക്കാണ് പോകുന്നത്. ശ്രീ എൻ നിയതി, ഇപ്പോൾ കേരളത്തിന് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ ധനകാര്യ കമ്മീഷൻ ശുപാർശ അനുസരിച്ചുള്ള നമ്മുടെ വിഹിതം 36,355 കോടി രൂപയാണ് കേരളത്തിന് ലഭിക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ പോലും ആ ബജറ്റ് പ്രതീക്ഷ വെക്കുന്നത് ഈ ഒരു എമൗണ്ട് മുൻനിർത്തിക്കൊണ്ടായിരുന്നു. ഏതാണ്ട് ഇത്ര കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു വെച്ചിരുന്നത്. ആ പ്രതീക്ഷ പോലെ തന്നെ 36,355 കോടി രൂപയുടെ വിഹിതം കേരളത്തിന് അനുവദിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തെ ചേർത്ത് പിടിക്കുന്നില്ല കേന്ദ്ര സർക്കാർ എന്ന് പറയുന്ന വാദം എത്രത്തോളം നിലനിൽക്കും? ഈ ധാതു ഇടനാഴി എന്നൊക്കെ പറയുന്നത് കേരളത്തിൻ്റെ അമൂല്യമായ ഒരു ധാതു സമ്പത്ത്, അതൊക്കെ ഉൽപാദനക്ഷമമായ മേഖലകളിലേക്ക് ചെന്ന് എത്തുന്ന ഒരു പദ്ധതി കൂടിയല്ലേ? കേരളത്തിൻ്റെ വിഹിതത്തെപ്പറ്റി പറയുന്നതിന് മുമ്പ് ഇന്ത്യ ഇന്ന് അവതരിപ്പിച്ച 2026-27 അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ചില കാതലായ മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. ആ കാതലായ മാറ്റങ്ങൾ നമ്മുടെ ഇന്ത്യൻ സമ്പദ്ഘടനയെ സൃഷ്ടിക്കാവുന്ന നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുമുണ്ട്. അതുകൂടി ഒന്ന് വിലയിരുത്തിയിട്ട് ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ടിലേക്കും കേരളത്തിൻ്റെ ഗ്രീവൻസസിലേക്കും പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതിൽ നമ്മൾ ഇന്ത്യൻ ബഡ്ജറ്റിനെ പറ്റി ആദ്യമൊന്ന് നോക്കുന്ന അവസരത്തിൽ രണ്ട് കാര്യങ്ങളോട് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യൻ സമ്പദ്ഘടന അതിവേഗം വളരുന്ന ഒരു സമ്പദ്ഘടനയാണ്. ഏകദേശം 7.2% ഈ 2025-26 കൈവരിച്ചു. അടുത്ത 2 വർഷങ്ങളിലും 6.5% വാർഷിക വളർച്ച ശരാശരി കൈവരിക്കാൻ കഴിയും എന്നാണ് വേൾഡ് ബാങ്കും രാജ്യാന്തര നാണയനിധിയും പറഞ്ഞിട്ടുള്ളത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഇന്ത്യൻ സമ്പദ്ഘടന തകരുകയല്ല, വളരുകയാണ് എന്നുള്ള, അതേപോലെ തന്നെ ശക്തി പ്രാപിക്കുകയാണ് എന്നുള്ള ഒരു വിവരണമാണ് ധനകാര്യമന്ത്രി ബഡ്ജറ്റ് അവതരണത്തിന് തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ളത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം 2025-26 ചില പ്രത്യേകമായ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ബഡ്ജറ്റിൽ നിർദ്ദേശിച്ചിരുന്നു. അതിലൊന്ന് ആദായ നികുതിയിലുണ്ടാക്കുന്ന പരിഷ്കാരങ്ങളാണ്. അതിൽ ചില ചട്ടങ്ങളും നിയമങ്ങളും ഭേദഗതി വരുത്തുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഇൻകം ടാക്സ് കളക്ഷനിലൊരു വർധന ഉണ്ടാകും. അത് സാധാരണക്കാരായ ജനങ്ങളുടെ കൈകളിലേക്ക് കൂടുതൽ വരുമാനം വരും. അതനുസരിച്ച് അവരുടെ വാങ്ങൽ ശേഷി വർദ്ധിക്കും. വാങ്ങൽ ശേഷി വർദ്ധിക്കുന്ന അവസരത്തിൽ സമ്പദ്ഘടനയിലൊരു മൾട്ടിപ്ലയർ ഇഫക്റ്റ് ഉണ്ടാക്കും എന്നുള്ളൊരു വിശ്വാസമാണ് കഴിഞ്ഞ ബഡ്ജറ്റിലും ഈ ബഡ്ജറ്റിലും പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ GSTയിൽ ചെറിയ പരിഷ്കാരം വരുത്തി. അത് 4 സ്ലാബ് 2 സ്ലാബാക്കി താഴ്ത്തി കൊണ്ടുവന്നു. അതുപോലെ തന്നെ റേറ്റിലും പ്രകടമായ മാറ്റങ്ങൾ വരുത്തി. അതും ഇതേപോലെ തന്നെ ജനങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കും. ജനങ്ങളുടെ കൈവശം വരുന്ന വരുമാനം ഉയരും. അതും അവരുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിച്ച് കൂടുതൽ നിക്ഷേപം അങ്ങനെയുള്ള എല്ലാം ഉണ്ടാക്കും. അതിൻ്റെ ഫലമായിട്ട് സമ്പദ്ഘടനയിലെ വളർച്ചാ നിരക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും എന്നാണ് 2025 വിശ്വസിച്ചിരുന്നത്. അത് 2026-27 തുടരുക ചെയ്യും. അതിനുള്ള സപ്പോർട്ടിംഗ് റിഫോംസാണ് 2026-27 ബഡ്ജറ്റിലും പറഞ്ഞിട്ടുള്ളത്. അതിലൂടെ പറയുന്നത് യുവജനങ്ങളുടെ ട്രിവൺ എക്കോണമിയായിട്ട് 2026-27 ഇന്ത്യൻ സമ്പദ്ഘടന മാറും എന്നാണ് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ഏകദേശം 3 കർത്തവ്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു പ്രപ്പോസലാണ് 2026-27 ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ളത്. അതിലൊന്ന് എക്കണോമിക് ഗ്രോത്ത് ആക്സലറേറ്റ് ചെയ്യും. രണ്ടാമത്തേത് ജനങ്ങളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ സർക്കാർ സാത്ത് സബ്കാ വികാസ്, അത് എല്ലാവരുടെയും ജനങ്ങളുടെയും പ്രയാസങ്ങൾ പരിഹരിക്കുന്ന രീതിയിലുള്ള അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു സമ്പദ്ഘടന ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ 3 കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുള്ളത്. അതിനുവേണ്ടി പറയുന്നത് നമ്മുടെ സമ്പദ്ഘടനയിലെ ഘടനാപരമായ പരിഷ്കാരങ്ങൾ വരുത്തും, റിസോഴ്സ് മൊബിലൈസേഷൻ വർദ്ധിപ്പിക്കും, അതുപോലെ തന്നെ ടെക്നോളജിയുടെ ഉപയോഗം വർദ്ധിപ്പിക്കും, അതൊരു ഡിജിറ്റൽ എക്കോണമിയിലേക്ക് പോകും. ഇത് എല്ലാം കൂടെ കൂട്ടിക്കൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മുടെ സമ്പദ്ഘടനയുടെ ഗ്രോത്ത് റേറ്റ് ആക്സിലറേറ്റ് ചെയ്യുമെന്ന് പറയുന്നത്. അതിനൊരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എക്കണോമിക് ഗ്രോത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മാനുഫാക്ചറിങ് സെക്ടറിലും MSMEയിലും ഇൻഫ്രാസ്ട്രക്ചറിലും ലോങ് ടേം ഗ്രോത്തിലുമൊക്കെ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മാനുഫാക്ചറിങ് സെക്ടറിന് ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്.
MSMEക്ക് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മാനുഫാക്ചറിങ് സെക്ടറിലെ ഫാർമ കമ്പനികൾക്കും ഫാർമസി ഉൽപ്പാദനത്തിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഏകദേശം ഇലക്ട്രോണിക് ഇൻഡസ്ട്രി ഏകദേശം 40,000 കോടി രൂപ മാറ്റിവെക്കുന്നുണ്ട്. അതേപോലെ MSMEക്ക് ഏതായാലും ഒരു 10,000 കോടി മാറ്റിവെക്കുന്നുണ്ട്.